ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗെയിമിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസാണ്. അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗെയിം പ്ലേയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൽ എനിക്ക് 20 ms ആണ് ലഭിക്കുന്നത്. എന്നിരുന്നാൽ പോലും അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. പണ്ട് നമ്മൾ യൂട്യൂബിലെ ഫോറിൻ യൂട്യൂബേഴ്സിൻ്റെ ഗെയിം പ്ലേ ഒക്കെ കാണുമ്പോൾ അവർ 40 ms-ലും 20 ms-ലും ഒക്കെ നല്ല കളി കളിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളെ ഫോണിൽ ആ സമയത്ത് നമ്മൾക്ക് 118, 120 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു മൊബൈൽ. എൻ്റെയൊക്കെ നാട്ടിൽ മൊബൈൽ മൊബൈൽ MS കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 4G 5G ഒക്കെ നല്ല രീതിയിൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ മൊബൈലിലായാലും ഒരു 60, 70, 40 MS കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈയിടെ 5G വന്നേ പിന്നെ നമ്മൾക്ക് മൊബൈലിൽ ഒരു 20 അടുത്ത് ഒരു 36, 35 നമ്മൾക്ക് മൊബൈൽ MS കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ 20 MS ആദ്യം നമ്മൾക്ക് വൈഫൈയിലൂടെ ലഭിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് ഇനി കാണിച്ചിടാം, ഞാൻ നോക്കിക്കോ എൻ്റെ കളി വേറെ ലെവലാവെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ സന്തോഷത്തോടെ കളിക്കാൻ തുടങ്ങിയത്. പക്ഷേ കളിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം നമ്മൾക്ക് ആ ഗെയിം പ്ലേയിലൂടെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് ജസ്റ്റ് എങ്ങനെയുണ്ട് ഈ കണക്ഷൻ എന്ന് ചോദിച്ച ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം പ്ലേ നോക്കുക എത്രത്തോളം ഉണ്ട്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 5 ബുള്ളറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ഒരു എനിമി നോക്കാവും. അതായത് സാധാരണ പറയുകയാണെങ്കിൽ നമ്മൾ M4 ഏത് ഗണ്ണായിക്കോട്ടെ, M4 AR വരുന്ന ഗണ്ണുകൾ 5 ബുള്ളറ്റ് എനിമിയുടെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ നോക്കാവും. അതുപോലെ തന്നെ ഷോട്ട് ഗണ്ണാണെങ്കിൽ ഒറ്റൊരു ഫയർ മതി. അടുക്കുന്നൊരു ഫയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധിക പേര് നോക്കാവും. അല്ലെങ്കിൽ 2 ഫയർ ഫുള്ള് ഹെൽത്ത് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഫയറിലെങ്കിലും ഒന്നാമത്തിൽ ഒരു 3/4 ഭാഗം ലൈഫ് പോകും, രണ്ടാമത്തിൽ ഫുള്ള് നോക്കാവും. ഓക്കെ, അങ്ങനെയാവും. ചില ഷോട്ട് ഗണ്ണിലാണെങ്കിൽ ഒറ്റ ഫയറിൽ തന്നെ നോക്കേണ്ടതാണ്. അത്തരത്തിൽ പവർ കൂടിയൊരു ഗൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഗെയിം പ്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. കാരണം സാധാരണ AR ഉപയോഗിച്ച് ഫയർ ചെയ്യുമ്പോൾ 30-40 ബുള്ളറ്റ്സൊക്കെ വെളുക്കുമ്പോഴും അതിൽ എത്ര ബുള്ളറ്റ് കൊണ്ടുവന്നോ കൊണ്ടില്ല എന്നോ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഷോട്ട് ഗൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ എനിമിയുടെ ദേഹത്ത് നമ്മളെ ഫോണിൽ കളിക്കുമ്പോൾ നമ്മൾ ഒരാളെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ദേഹത്ത് തട്ടി എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ആ വൈറ്റ് സിമ്പിൾ, അതുപോലെ തന്നെ ഹെഡ് മാർക്ക്, അതിനുശേഷമുള്ള എനിമിയുടെ ദേഹത്ത് കൊള്ളുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നിന്ന് ഇങ്ങനെ തെറിക്കുന്നതായിട്ട് കാണിക്കുന്ന തൂവാലകൾ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് എനിമിക്ക് വെടി കൊണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ വെക്കാം. ഈ 2024 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഈ ഗെയിം കളിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഗെയിം പ്ലേ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം. അതുപോലെ തന്നെ ഞാൻ മോഡത്തിൻ്റെ തൊട്ടടുത്തിരുന്നാണ് ഗെയിം കളിക്കുന്നത്. മോഡായിട്ട് 1 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. 1 മീറ്ററില്ല, എൻ്റെ കൈ മുട്ടിക്കഴിഞ്ഞാൽ മോഡാണ്. അത്ര അടുക്ക് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുക. ഇത് മോഡാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു ഡിവൈസും കണക്ട് ചെയ്തിട്ടില്ല. കാരണം വീട്ടിൽ കുറേ ഡിവൈസ് ഉണ്ടെങ്കിലും അതൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ മോഡായിട്ട് നമ്മൾ മാത്രം കണക്ട് ചെയ്തിട്ടാണ് ഗെയിം കളിക്കുന്നത്. അതിനിടയിൽ വേറെ VPN സർവീസുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല, വേറെ ഡൗൺലോഡിങ് പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ല. കാരണം 20 MS കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം വേറെ ഒന്നും കണക്ട് ചെയ്താൽ മോഡത്തിൽ നിന്ന് ഒറ്റൊരു കണക്ഷൻ, അതും 5G ഇട്ടിട്ടാണ് നമ്മൾ കളിക്കുന്നത്. കളിച്ചിട്ട് എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിന് ടെസ്റ്റിംഗ് ആരംഭിക്കാം. ഇപ്പോൾ ക്യാമറ ഓണാക്കി നിങ്ങൾക്ക് കാണാം. എൻ്റെ കൈ ഇവിടെയാണ്, ഫോണിൽ നിന്ന് ഇത്ര ദൂരമുള്ളൂ. കണ്ടോ, ഇത്ര അടുക്കെയാണ് നമ്മുടെ മോഡം വെച്ചിരിക്കുന്നത്. 5G മോഡാണ്. ഓക്കെ, 5Gയിലാണ് കണക്ട് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യാം. വേറെ ആരും ഇപ്പോൾ കണക്ട് ആയിട്ടില്ല, എൻ്റെ ഫോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നൊരു ഗെയിം പ്ലേ കളിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫയറിംഗ് സൗണ്ട് നമുക്കൊന്ന് കുറച്ചിടാം, കാരണം അല്ലെങ്കിൽ ഈ റെക്കോർഡിൽ അത് ബാധിക്കും. This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. Team match, let's go. ഓക്കെ, അപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കളിക്കാം. 24 MS ആണ്, 20 അല്ല 24 ആണ്. ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല വൃത്തിയിൽ. 2 സൈഡും നോക്കാം. അപ്പർ സൈഡിൽ എനിമി വന്നിട്ടുണ്ട്. ഓക്കെ, കിട്ടിയാൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം. പിന്നെ മടിച്ച് നിൽക്കൊന്നുമില്ല.
നേരെ കയറി അറ്റാക്ക് ചെയ്യാന്നല്ലാണ്ട് എനിമി ആരും ഇല്ല. ഇന്ന് അഗ്രസീവ് പ്ലേയേഴ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അവിടെ അത്ര അടിയൊന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ എനിക്ക് നോക്കാവേണ്ടിയാണ്. പക്ഷെങ്കിൽ ആയിട്ടില്ല. ഇവിടെ 2 എണ്ണത്തിന് എനിക്ക് കിട്ടണം, എനിക്ക് 1 കിട്ടിയിട്ടുള്ളൂ. നേട് നേട് നേട്. അതുകൊണ്ട് അവനെ അടി കൊണ്ടുവന്നിട്ട് അവന് എത്ര ഹെൽത്ത് 62 തോന്നുന്നു. 62 എങ്ങാനേ അവന് വന്നിട്ടുള്ളൂ. അതൊക്കെയാണ്. മൂന്ന് വെടി വെച്ചിട്ടാണ് അവൻ ചത്ത്. എന്താ അവസ്ഥ? ഞാൻ കവർ കയറിയ പിന്നെയാണത്. അതുപോലെ തന്നെ അവനും ആ അടികൾ കണ്ടില്ല എത്രത്തോളം കൊണ്ടിട്ടാണ് അവൻ ചാവുന്നുള്ളത്. ഞാൻ കവർ കയറിയിട്ട് എൻ്റെ ഹെൽത്ത് അത്രയും പോയത്. നമ്മൾ അവിടെ നിന്ന് അടിച്ച അടിയൊന്നും അതിന് കൊള്ളിട്ടില്ല. അങ്ങനെ കുറേ വളരെ സങ്കടകരമായ കാര്യങ്ങളുണ്ട്. അടി അവന് കൊള്ളുന്നുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, നമ്മളെ ഹെൽത്ത് പോകുന്നത് അത്രയ്ക്കും സ്പീഡിലാണ്. എനിക്ക് പിങ് വേരിയേഷൻ വന്നിട്ടുണ്ട്. പിങ് വീണ്ടും 32 മാറിയിട്ടുണ്ട്. എനിക്ക് ലാഗ് ശരിക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വേറെ ഏത് എനിക്കിപ്പം ഈ ഒരു ഷോർട്ട് ഗൺ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കില്ല് കിട്ടുന്നത്. വല്ല ക്രോസ് ചെയ്യാൻ മറ്റാണെങ്കിൽ ഈ ഒരു കില്ലൊന്നും എനിക്ക് കിട്ടില്ല. ഞാനത് അടുത്ത കളി നമുക്ക് കാണിച്ചു തരാം. വിശദമായിട്ടാണ് നമുക്കത് ചെയ്യാം. നമുക്ക് എത്ര വെടി 3 വെടിയൊക്കെ പര വരെ വെച്ചിട്ടാണ് അവൻ ചാവണത്. ലാഗ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നില്ല. ഇപ്പം ഇതിൽ 18 കില്ലല്ലേ. അവരത്ര അഗ്രസീവ് അല്ല, ഒരു നോർമൽ പ്ലേ ആണ്. നമുക്ക് ഇതേ ഗെയിമിൽ നമുക്ക് എന്താ പറയുക, ഒന്ന് നമ്മളെ സാധാരണ ഗ്രോസ് വെച്ചിട്ടൊന്ന് കളിച്ച് നോക്കാം. വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് മാറിപ്പോയെന്ന് വിചാരിക്കരുത്. ഇതാണ് ഈ പറഞ്ഞിരിക്കണ നമ്മളെ മോഡം.
നമുക്ക് ഗ്രോസ് എടുക്കാം. നിങ്ങൾക്കറിയാലോ ഗ്രോസ് എത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഗണ്ണാണ്, എത്ര സെക്കൻഡ്സിൽ അതിൻ്റെ ഫയറിങ് എന്നുള്ളതൊക്കെ. ഇനി നിങ്ങൾ കണ്ടോ, ഗ്രോസ് എടുത്തിട്ട് ഫയർ ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ കണ്ടോ. ഓക്കെ, This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. ഈ ഒരു പൊസിഷൻ നല്ല പൊസിഷൻ, രണ്ട് സൈഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ആണെങ്കിൽ ഇവിടെ അറിയാം, അവിടെ ആണെങ്കിൽ അവിടെ അറിയാം. ഇങ്ങനെ ഊഹമില്ലാതെ അറിയുന്നതിനെക്കാട്ടി നല്ലൊരു പൊസിഷനാണ് ഇത്. ഇവിടെ ഇടാം, നോക്കി ചെയ്ത് പിടിക്കാം. ഇപ്പുറം വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് ഇവർ സ്കോർ ചെയ്തു. ആകെ ഡാമേജ്, ചത്തു. നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ 20 ms ആണ്. നമ്മൾ ചാവണുണ്ടോ, മില്ലി സെക്കൻഡ്സിലാണ് ചത്തുപോയത്. ഇതൊക്കെ എത്ര ബുള്ളറ്റാണ് കൊള്ളുന്ന ഒരാൾക്ക്, എന്നിട്ടാണ് നമുക്കൊരു കില്ല് കിട്ടണേ. ഓക്കെ, അത് എങ്ങനെ മിസ്സാവും, എന്താ പറയാ. നമ്മൾക്ക് സാധാരണ ഒരു ഗെയിമിൽ നമ്മൾക്ക് വെടി കൊണ്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക, അത് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താം. എത്ര സെക്കൻഡ്സ് എടുത്തിട്ട് അവർക്ക് ഇങ്ങനെ ഓരോരോ സംഭവങ്ങളും പോകുന്നത് കാണിക്കുന്നുണ്ട്. ഓരോരോ ബുള്ളറ്റും അവർക്ക് കൊള്ളുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർക്കൊക്കെ എന്താ പറയുക സാധാരണഗതിയിൽ. നമ്മളൊക്കെ എത്ര വെടി വെച്ച് ഞാൻ രജിസ്റ്റർ ആവില്ല. ഇതാണ് ബുള്ളറ്റ് രജിസ്ട്രേഷൻ ഇല്ല, അല്ലെങ്കിൽ ബുള്ളറ്റ് കണ്ടാകുന്നില്ല എന്നൊക്കെ നമ്മൾ പറയണത്. എന്നാൽ അവർ വെച്ച് നമുക്ക് കറക്റ്റ് കൊള്ളുകയും ചെയ്യും. ലാഗ് കാരണം ശരിക്കും എയിം ചെയ്യാൻ പോലും പറ്റുന്നില്ല. കണ്ടോ, എത്ര ബുള്ളറ്റ് കൊണ്ടിട്ടാണ് ചാവണത്. നിങ്ങളാ ബുള്ളറ്റ് കൗണ്ട് നോക്കിയാൽ മതി തീരുന്നതിൻ്റെ. 40 ബുള്ളറ്റ് എത്ര എടുത്തിട്ടാണ് തീരുന്നുള്ളത്. മുടിഞ്ഞ ലാഗ് കാരണം നമുക്കൊന്നും നടക്കുന്നുമില്ല. ഞാനൊക്കെ മറ്റേ ഇതാണ് കേട്ടോ, ടച്ച് ചെയ്യുമ്പോൾ ഇതാണ്, ഇത്രയും സ്പീഡാണ് ടച്ച്, എന്നിട്ടാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത്. ഇരുപത് ബുള്ളറ്റ് എടുത്തവൻ ചാവാൻ വേണ്ടിയിട്ട്. എൻ്റെ മിസ്റ്റേക്കാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കവറിനുള്ളിൽ കയറില്ല, കവറിന് പുറത്തേക്ക് പോകും. ചില സമയത്ത് കവർ കയറിയാലും നമുക്ക് അടി വീഴും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗെയിം പ്ലേയിൽ തന്നെ ആ ഒരു സംഭവം കിട്ടാൻ ചാൻസ് ഉണ്ട്, കവറിൽ കയറിയിട്ട് അടി വീഴുന്നത്. ഇത് കണ്ടില്ല എത്ര ബുള്ളറ്റ്സിലാണ് ലാസ്റ്റ് ടൈം വീണെന്നുള്ളത്. എത്ര ബുള്ളറ്റ് അടിച്ച്
35 ബുള്ളറ്റ് എങ്ങാനും തോന്നുന്നു ലാസ്റ്റ് ഒരാൾ ചാവാൻ വേണ്ടിയിട്ട്. 5 ബുള്ളറ്റ് കൊണ്ട് ചാവേണ്ട ഒരു ടീമാണ് 35 ബുള്ളറ്റിലാണ് ചത്ത്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. മതിയാക്കിയ അവർ എക്സിറ്റ് അടിച്ചിടാ. അല്ല എക്സിറ്റ് അടിച്ചല്ല, ജയിച്ചു തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ ഒരു ഗെയിം പ്ലേയുടെ അവസ്ഥ. പിന്നെ ഇനി മുതൽ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചത്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗെയിം സെർവർ ആണെങ്കിൽ എത്ര വെടി കൊണ്ടാലാണ് എന്താ പറയുക നമ്മൾ വീഴാന്നുള്ള വീഡിയോ ഉണ്ട്, ഞാനത് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗെയിം പ്ലേ ഇഷ്ടമായി വിശ്വസിക്കുന്നു. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നിങ്ങൾ ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതിന് താഴെ കുറേ ആൾ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടാവും, ബ്രോ ഇന്നത് ഉപയോഗിച്ച് ഞാൻ മാറും. ബ്രോ ഞാൻ ഒട്ടുമിക്ക എല്ലാ സംഭവവും ചെയ്തു നോക്കിയിട്ടുണ്ട്, എനിക്ക് മാറിയിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്ത് ചെയ്തിട്ടാണ് ഇത് ശരിയായതെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.